വല്ലാത്ത വിശപ്പ്. നല്ല സ്വാദുള്ളത് വല്ലതും കിട്ടിയിരുന്ന കഴിക്കാമായിരുന്നു. കൂടുതലും പുറത്തുനിന്ന് വരുമ്പോഴായിരിക്കും നമ്മൾക്ക് ഇങ്ങനെ ചിന്ത, എന്താ ചെയ്യുക, തക്കാളിച്ചോറ്. അതുതന്നെ വളരെ ടേസ്റ്റുള്ളതും വളരെ വേഗത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുന്നതുമായ ഒരു ചോറാണ് നമ്മളിന്നിവിടെ ഉണ്ടാക്കുന്നത്. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിടേസ്റ്റുള്ള ഒരു തക്കാളിച്ചോറാണ്. പ്രത്യേകിച്ചും കൊറോണയുടെ ഈ കാലത്ത് ഹോട്ടലിൽ പോയി കഴിക്കാമെന്ന് വിചാരിച്ചാൽ എല്ലായിടവും കടകളും തുറന്നിട്ടുണ്ടാവില്ല. ഉണ്ടെങ്കിൽ തന്നെയും വിശ്വസിച്ച് കഴിക്കുവാനും പാടില്ല. എങ്കിൽ പിന്നെ അല്പസാധനം കൊണ്ട് വീട്ടിൽ നമുക്കുണ്ടാക്കി കഴിച്ചുകൂടെ. നമുക്കിവിടെ വേണ്ടത് 2 തക്കാളി, ഒരല്പം ഇഞ്ചി, 2 സവാള, പിന്നെ ഒരു 3 അല്ലെങ്കിൽ 4 വെള്ളുള്ളി, പിന്നെ ഒരല്പം മല്ലിയില, പിന്നെ നമുക്ക് ഒരു 3ഓ 4ഓ അത് നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക്, പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അല്പം മുന്തിരി ഉണങ്ങിയതും അല്പം കശുവണ്ടിയും. ഇത് നമ്മൾക്ക് വറുത്തിടാനാണ്. അതില്ലെങ്കിലും സാരമില്ല, ഭക്ഷണത്തിന് സ്വാദുള്ളതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കുന്നതിന് മുമ്പായി അരി ആദ്യമേ കഴുകി വെക്കാം. അപ്പം 1 ഗ്ലാസ് അരി, നിങ്ങൾ 1 ഗ്ലാസ് അരി എടുത്താൽ മതി. ഞങ്ങൾ 2 പേരുള്ളതുകൊണ്ട് 1.5 ഗ്ലാസ് എടുക്കുകയാണ്. അപ്പം അരി കഴുകി ഞാനിവിടെ വെച്ച്, ഒപ്പം തന്നെ ആ അരി നമ്മൾക്ക് വേവിച്ചെടുക്കുന്നതിന് വേണ്ടി വെള്ളവും അടുപ്പിൽ വെച്ച് അതിലേക്കൊരു വഷ്ണയിലയും നമ്മളിട്ടു. ഒരു ലീഫ് ഇട്ടതിന് ശേഷം നമ്മൾ അല്പം കറുവപ്പട്ടയും അതിലിട്ടു. പിന്നെ നമുക്ക് വേണ്ട ഒരു 3 ഗ്രാമ്പുവാണ്, 2ഓ 3ഓ ഗ്രാമ്പു ഇട്ട്, ഒരു 2 ഏലക്കായും അതിൻ്റെ മുഖം പൊട്ടിച്ച് ആ വെള്ളത്തിലേക്കിട്ട് അടച്ചു വെച്ച് വെള്ളം, ഇനി നമുക്കൊരു 5-6 കുരുമുളകും കൂടി അതിലിടണം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വെള്ളം ചൂടാവുമ്പോഴത്തേക്കും നമുക്ക് ഉള്ളിയും ഈ പച്ചക്കറികളെല്ലാം ഒന്ന് അരിഞ്ഞു, പച്ചക്കറികളെന്ന് പറയാൻ ഉള്ളിയും തക്കാളിയും പച്ചമുളകും, അത് നമുക്കൊന്ന് അരിഞ്ഞു വെപ്പിച്ച് റെഡിയാക്കി എടുക്കാം. ഈ പരുവത്തിന് വേണം, തോരനേക്കാൾ അല്പം വലുതായിട്ട്. അപ്പം അത് നമ്മൾ അരിഞ്ഞു വെച്ചു. ഇവിടെ വെള്ളം തിളക്കുകയും ചെയ്തിരിക്കുന്നു. നമ്മൾക്ക് അരി അടപ്പയിലേക്ക് ഇടാം. അരി നല്ല ബസ്മതി അരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. തക്കാളി ചോറിനാകുമ്പോൾ നമ്മളുടെ മൂട്ടച്ചോറ് അരിയൊന്നും പറ്റില്ല. ഇപ്പോൾ അരി നമ്മൾ വെള്ളം തിളച്ചതിന് ശേഷമാണ് നമ്മൾ ഇട്ടത്. ഇനിയും ഒരല്പം ഉപ്പും കൂടി ഞാൻ ഇതിലിട്ടിട്ടുണ്ട്, ലേശം ഉപ്പ്. പിന്നെ ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അടുത്ത പരിപാടി നോക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഒരു കടുക് വറക്കുന്ന അല്ലെങ്കിൽ ഇതുപോലൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു അല്പം നെയ്യോ എണ്ണയോ, നെയ്യില്ലെങ്കിൽ നിങ്ങൾ എണ്ണ ഒഴിച്ചാൽ മതി. ഞാൻ നെയ്യോട് ഇരിക്കുന്നത് കൊണ്ട് അങ്ങ് ഒഴിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ്. അതിലേക്ക് നമ്മൾക്കൊരല്പം കശുവണ്ടിയും നമ്മളുടെ ഉണക്കമുന്തിരിയും ഒന്ന് വറുത്ത് മാറ്റി വെക്കാം. നമുക്ക് ഒടുവിൽ ആവശ്യം വരുന്നതാണ്. അപ്പം നേരത്തെ അരി വേകുമ്പോഴത്തേക്കും നമുക്ക് ഈ ജോലി അങ്ങ് ചെയ്തു വെക്കാം. അപ്പം ഞാൻ ആദ്യമേ കശുവണ്ടി ഇതിലേക്ക് ഇടുകയാണ്. ഇപ്പം നെയ്യ് ആയതുകൊണ്ട് വേഗം പെട്ടെന്ന് ചൂടായിട്ടുണ്ട്. ഈ കശുവണ്ടി നമുക്കൊന്ന് വറുത്ത് മാറ്റണം. വറക്കുക എന്ന് പറയുമ്പോൾ അത് ബ്രൗൺ നിറമാകാൻ നോക്കി നിൽക്കരുത്. ബ്രൗൺ ആകാൻ തുടങ്ങുന്നു എന്ന് കാണുമ്പോൾ അടുപ്പിൽ നിന്ന് മാറ്റി അത് കോരിക്കണം. ഒരു 3-4 ഇളക്കിളക്കുമ്പോഴത്തേക്കും അത് റെഡിയായി. കശുവണ്ടി ഇവിടെ വറുത്ത് കഴിഞ്ഞു. കശുവണ്ടി ഏതാണ്ട് ഈ രൂപത്തിൽ വേണം നമ്മൾ എടുക്കാൻ. കശുവണ്ടി റെഡിയായി. അതേ നെയ്യിൽ തന്നെ അല്ലെങ്കിൽ അതേ എണ്ണയിൽ തന്നെ നമ്മളുടെ മുന്തിരി കൂടി നമുക്ക് വറുത്തെടുക്കാം. അതിങ്ങോട്ട് ഒരു പിടിയേ ഉള്ളൂ. ഈ മുന്തിരി ഉണക്കമുന്തിരിയാണ്. ഇതും നമ്മൾ ആ എണ്ണയിലേക്കിട്ട്, അതിന് പിന്നെ അധികം സമയം വേണ്ട. എല്ലാവർക്കും അറിയാം, പപ്പടം പോലെ ഢൂന്ന് ഇങ്ങ് പൊള്ളി വരും. 2-3 ഇളക്കിളക്കുമ്പോഴത്തേക്കും മുന്തിരി ഇവിടെ റെഡിയായി കഴിഞ്ഞു. മുന്തിരി അങ്ങനെ അതും നമ്മൾ പൊള്ളിച്ചെടുത്തിട്ടുണ്ട്, വറുത്ത് മാറ്റിയിട്ടുണ്ട്. വറുത്ത് മാറ്റി എത്ര വേഗം അത് റെഡിയായി. അതും നമുക്കതവിടെ ഇരിക്കട്ടെ. ഈ നെയ്യ് കളയണ്ട, നമുക്ക് ആവശ്യം വരും. എണ്ണയല്ല, ഇത് നെയ്യാണ്, അതുകൊണ്ടാണ്. ഇനി നമുക്കൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിലേക്കൊരു ലേശം എണ്ണ ഒഴിക്കാം. ഞാനിവിടെ ഒഴിക്കുന്നത് വെളിച്ചെണ്ണയാണ്. അല്പം മാത്രമേ ഒഴിക്കാവുള്ളൂ, അധികം എണ്ണ വേണ്ട. ഒരല്പം ഇത്ര മാത്രം മതി. ഇത്ര മാത്രം എണ്ണ ഒഴിച്ചാൽ എണ്ണയൊന്ന് ചൂടാവുമ്പോൾ, എണ്ണ ഇപ്പോൾ ചൂടായിരിക്കണം, അതിലേക്ക് നമുക്ക് ഒരു കറുവപ്പട്ട, ചെറിയൊരു കഷ്ണം മുറിച്ചൊരു കറുവപ്പട്ട ഇടുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾക്ക് പിന്നെ ഇടേണ്ടത് ഒരു 2 ഗ്രാമ്പു അതിലേക്കിടുക. ഇനി നമുക്ക് വേണ്ടത് ഒരു 4-5 കുരുമുളകും കൂടി, പിന്നെ 2 ഏലക്ക, അത് മുഖം പൊട്ടിച്ച് അതും അതിലേക്കിടുക. അതിപ്പോൾ തന്നെ ചൂടായിട്ടുണ്ട്. അതൊന്ന് ഇളക്കി എന്നാലും ഒന്ന് ചൂടാക്കുക. അതൊന്ന് ചൂടാകുമ്പോൾ അത് വറക്കുകയും കരിക്കുകയും ചെയ്യരുത്. ഒന്ന് ചൂടായി, ഇപ്പോൾ അത് ചൂടായിട്ടുണ്ട്. ഇനി ഈ ചൂടാകുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ഉള്ളി നമുക്കാദ്യം അതിലേക്ക് സവാളയുടെ വലിപ്പം കണ്ടോ, ഈ വലിപ്പത്തിലേ അരിയാവുള്ളൂ, നീളത്തിലല്ല, ഇങ്ങനെ കഷ്ണങ്ങളായിട്ട്. ഇനി നമുക്ക് ഈ ഉള്ളി ഒന്ന് ഇളക്കി
ഒന്ന് വാട്ടിയെടുക്കാം. വറുത്തെടുക്കുകയല്ല, ഒന്ന് വാട്ടി ഒരു പകുതി ഒരു വാട്ടൽ പരുവാകുമ്പോൾ ഇതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പതിയെ ഒന്ന് ഇളക്കിയാൽ മതി. വളരെ വേഗത്തിൽ നല്ല വിശപ്പോടെ ആയിരിക്കും നമ്മൾ പുറത്തുനിന്ന് വരുന്നത്. അപ്പം നമുക്ക് പെട്ടെന്ന് കഴിക്കാനുള്ള ഒരു ഭക്ഷണമാണ്, നല്ല ടേസ്റ്റുമായിരിക്കും. ഇനി നമ്മൾ ഇഞ്ചിയും വെള്ളുള്ളിയും കൂടി ചതച്ചതാണ് ഇത് ചതച്ച ഞാൻ കല്ലിൽ ചതച്ചെടുത്തെങ്കിൽ അതിനൊരു രസമുള്ളൂ. പേസ്റ്റാക്കിയാൽ നല്ലതാണ്, പക്ഷെ അത്ര രുചി പോരാ. അതുകൊണ്ട് ഞാൻ ചതച്ചിട്ട് അതും കൂടി ഇട്ട് ഒന്ന് ഇളക്കി എല്ലാം കൂടി ഒന്ന് മിക്സ് ആകുന്ന സമയത്ത് ഒന്ന് മിക്സായി. ഇപ്പോൾ ഉള്ളി ഏതാണ്ട് ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളക് അരിഞ്ഞത് ഇടുക. പച്ചമുളകും ഇവ മൂന്നും കൂടി ഒന്ന് നന്നായി ഒന്ന് മിക്സ് ആകട്ടെ, ഒന്ന് വാടി അത് എല്ലാം കൂടി ഒരു ഒരുമയിൽ വരണം, ഒരു ചേരുവ. കാരണം നമ്മൾ ഓരോ കറിക്കും ഓരോ സമയങ്ങളിൽ ഓരോ ചേർക്കുന്ന ചേരുവയിലാണ് കറിയുടെ രുചി. ഇനിയാണ് നമ്മൾക്കൊരു അര സ്പൂണ് മഞ്ഞൾപ്പൊടി നമ്മൾ അതിലേക്ക് ഇട്ടു ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുകയാണ്. നന്നായി ഒന്ന് ഇളക്കി മഞ്ഞൾപ്പൊടി എല്ലായിടവും ഒന്ന് പിടിച്ച് ആ പച്ച മണമെല്ലാം ഒന്ന് മാറണം. മഞ്ഞൾപ്പൊടിയുടെ ഇത് നല്ല മഞ്ഞൾപ്പൊടി ഞാൻ തന്നെ പൊടിച്ചതാണ്, അതിനങ്ങനെ മണത്തിന് കുഴപ്പം. പിന്നെ ഈ സമയം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ശകല ഉപ്പൊടി ഇപ്പോഴാണ് ഇടേണ്ടത്. ഉപ്പ് ഈ സമയത്ത് തന്നെ ഒരു ലേശം ഉപ്പും കൂടി ഇട്ടിട്ട്, കാരണം ആ മഞ്ഞൾപ്പൊടിയുടെ ക്രാണം നമുക്ക് പിന്നെ വരാതെ അതിനൊരു ടേസ്റ്റായി വരും. ഇനി നമ്മൾക്ക് നമ്മുടെ തക്കാളി, നല്ല പഴുത്ത തക്കാളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നമ്മുടെ തക്കാളിയും കൂടി ഇട്ടിട്ട് അധികം നോവിക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. എല്ലാവിടും അതൊന്ന് മിക്സ് ആകണം. ഇത് ഒന്ന് വാടിയാൽ മതി. ഇത് വേഗം പഴുത്തത് കൊണ്ട് വേഗം നമുക്ക് വാടി കിട്ടുന്നതാണ്. പിന്നെ നിങ്ങളിടുന്ന തക്കാളി നിങ്ങളുടെ തക്കാളിയുടെ ആ ഇതനുസരിച്ച് വേണം സമയം. ഇതൊന്ന് വാടി, തക്കാളി ഒന്ന് വാടി അതിൻ്റെ തൊലി ഒന്ന് വാടി വരുമ്പോൾ നമുക്കെന്താണ് ചെയ്യേണ്ടത്, അതിലേക്ക് നമ്മൾ വീണ്ടും ഒരു ലേശം ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഉപ്പിട്ട് കൊടുത്തിട്ട് ഇനി ഒന്നുകൂടി ഇളക്കി ഒന്ന് അടച്ചു വെക്കുക. ഒരു 3-4 മിനിറ്റ് അത്ര സമയം മതി. അടച്ചു വെച്ച് നമ്മളുടെ മസാലയെല്ലാം കൂടെ ഇപ്പോൾ മിക്സ് ആയിട്ടുണ്ട്. കണ്ട, ഒരു കുഴമ്പ് പരുവായിട്ടുണ്ട്. ഇത് തന്നെ മതി ചോറ് കഴിക്കാൻ, വേറെ ഒന്നും വേണമെന്നില്ല. അപ്പോൾ നമുക്ക് ഇനിയും ചെയ്യേണ്ടത്, നമ്മളുടെ മസാല ഇവിടെ റെഡിയായിരിക്കുമ്പോൾ നമ്മളുടെ ചോറ് ഇതിനിടയ്ക്ക് ഞാൻ വെള്ളം ഊറ്റി വെച്ചിരുന്നു. വെന്ത് പെട്ടെന്ന് അതിന് 12 മിനിറ്റ് മാത്രം സമയമുള്ളൂ ഈ അരിക്ക്. അത് വെന്ത് ഞാൻ വെള്ളം ഊറ്റി അടുത്ത അടുപ്പിലേക്ക് ഞാൻ വെച്ചിരിക്കുകയാണ്. കാരണം ഞാൻ പറഞ്ഞില്ല, വേഗത്തിൽ തന്നെ നമ്മുടെ ചോറ് കണ്ട ബസുമതി അരിയാണ്. അതിൽ കുരുമുളകും ആ ഇലയെല്ലാം കൂടെ കിടക്കുന്ന ആവി കൊണ്ട് ആ മണം നല്ല സ്മെല്ലാണ് വരുന്നത്. ഇനി ആ ചോറ് അവിടെ ഇരിക്കട്ടെ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് തക്കാളി ചോറിലേക്ക് വീണ്ടും കിടക്കാം. അപ്പോൾ തക്കാളി ചോറ് നമ്മൾ വാങ്ങി വെച്ചിരുന്ന ചോറിലേക്ക് നമ്മൾക്ക് ഇനിയും ചെയ്യേണ്ടത്, ഈ മസാല നന്നായി ഒന്ന് ഇളക്കിക്കൊണ്ട് മസാലയിലേക്ക് നമ്മൾ നേരത്തെ വെച്ചിരുന്ന ഇത് ഗരം മസാല ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. ഇവിടെ ഈ മസാലയ്ക്കൊരു പ്രത്യേക മണവും ഒരു രുചിയുമാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ പിന്നീട് ഇടുന്നതായിരിക്കും. അതിൽ ഒരു അര സ്പൂണ് ഗരം മസാല, വേറൊന്നും നമ്മൾ ചേർക്കുന്നില്ല, പ്രത്യേകം ശ്രദ്ധിക്കണം. മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല. ഈ ഗരം മസാലയും അര സ്പൂണ് നമ്മൾ ചേർത്ത് ഒന്ന് മിക്സ് ആക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സായി കഴിയുമ്പോഴാണ് നമ്മളുടെ പെരുംജീരകം, ഈ വലിയ ജീരകം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു നുള്ളെടുത്തിട്ട് ഇടിച്ച് പൊടിക്കുക. പൗഡറാക്കരുത്. പൗഡറാക്കിയാൽ അതിനൊരു രുചിയും സുഖവും കിട്ടത്തില്ല. കൈകൊണ്ട് തന്നെ അമർത്തി ഒന്ന് ഞെരടി വിതറിയാൽ മതി. ഇനി കൈക്ക് നോവുള്ളവരാണെന്നുണ്ടെങ്കിൽ കല്ലിൽ വെച്ച് ചെറുതായിട്ടൊന്ന് കറക്കിക്കൊണ്ട് ഇട്ടാലും മതി. അപ്പം ഇനി നമ്മൾക്ക് ഇതെല്ലാം കൂടി മിക്സായി കഴിഞ്ഞ് നമ്മൾ അരിഞ്ഞു വെച്ച മല്ലിയില അതുകൂടി ഇടുക. ഈ സമയത്ത് വേണം, മല്ലിയില ആദ്യമേ ഇടരുത്, ഇപ്പോഴാണ് ഇടുന്നത്. മല്ലിയിലയും കൂടി ഇട്ട് നമ്മൾ മസാലയൊന്ന് മിക്സാക്കി എടുക്കുകയാണ്. നന്നായിട്ടൊന്ന് കറക്കി മിക്സാക്കി എല്ലാം കൂടി ചേരുവകൾ ഒരുമിച്ച് ചേർന്നു. ഇനി നമ്മൾക്ക് എന്താണ് ചെയ്യേണ്ടത്, ഈ മസാല നമ്മൾ നേരത്തെ കശുവണ്ടിയും മുന്തിരിയും വറുത്ത് ബാക്കിയിരുന്ന ആ നെയ്യ് അത് ഈ മസാലയിലേക്ക് അങ്ങ് ഒഴിക്കുക. എണ്ണയാണെങ്കിൽ നിങ്ങൾ ഒഴിക്കേണ്ട, കാരണം നെയ്യ് കളയാൻ പാടില്ല, നല്ല ഗുണമുള്ളതാണ്. പ്രത്യേകിച്ചും ഈ ചോറിനൊരു രുചി കൂടി നമുക്ക് തരുന്നത്. അതുകൊണ്ടാണ് ഞാൻ നെയ്യ് എടുത്തത്. എന്ത് രുചി, നല്ല ഉപ്പും എല്ലാം പാകത്തിനുണ്ട്. അപ്പോൾ അടുപ്പ് ഞാൻ ഓഫ് ചെയ്തു. ഇനി നമുക്ക് അടുപ്പ് ഞാൻ മാറ്റി അങ്ങോട്ട് ചോറ് ഇങ്ങോട്ടും വെച്ചു. ഇനി നമ്മളുടെ ഈ മസാല ഉണ്ടാക്കിയത് മുഴുവനും വടിച്ച് തട്ടി ഈ ചോറിന് മുകളിലേക്ക് ഇടുക. മുഴുവനും അതിനകത്തേക്ക് നമ്മളിട്ടു. ഇനിയും നമ്മൾക്ക് ഈ തവി കൊണ്ട് തന്നെ
ഒന്ന് നിരത്തിയ ശേഷം ദാ ഇങ്ങനെ സൈഡോടെ, പാത്രത്തിൻ്റെ സൈഡോടെ റൗണ്ടിൽ ഇങ്ങനെ കറക്കണം. റൗണ്ടിൽ കറക്കി ഈ മസാല ചോറിൽ എല്ലാ ഭാഗത്തും പിടിക്കുന്ന പോലെ കുത്തി ഇളക്കി കളയരുത്, ചോറ് ഉടഞ്ഞു പോവുകയും ചെയ്യും. ഇത് ചോറ് ഞാൻ മുക്കാൽ ഭാഗം മുഴുവൻ വേവിച്ചിട്ടില്ല, അത് അതിൻ്റെ പരുവം. ഇത് നന്നായി കറക്കി മസാല ഇപ്പം എല്ലായിടവും പിടിച്ചിട്ടുണ്ട്, ഉപ്പും എല്ലാം റെഡിയാണ്. കണ്ട, നമ്മുടെ ചോറ് ഇവിടെ റെഡിയായി കഴിഞ്ഞ് എത്ര സമയമെടുത്ത്. ഇനിയും നമ്മൾ വറുത്ത് വെച്ചിരുന്ന കശുവണ്ടിയും മുന്തിരിയും ഇതിന് മുകളിലേക്ക് നമ്മൾ വിതറുക. ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മളെ ഈ ചോറ് കഴിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയുന്നത്. നമ്മളൊരു പാഴ്സൽ പുറത്തുനിന്ന് വാങ്ങിയാൽ കാശ് എത്രയായി, വൃത്തി എന്തുണ്ട്, ആരെന്ത് ചെയ്ത് എങ്ങനെ അറിയാം. എത്ര സമയം കൊണ്ട് ഈ സാധനങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഇതിന് അരമണിക്കൂർ കൊണ്ട്, കാരണം 12 മിനിറ്റ് ഈ അരിക്ക് ആകെ എടുത്തുള്ളൂ, ബാക്കിയുള്ള അരി ഇതാ നമ്മളുടെ ചോറ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. അതിന് മുകളിൽ 2 തക്കാളി നിരത്തി. ഇത് ഞാൻ നിങ്ങളെ കാട്ടുന്നതിന് വേണ്ടി മാത്രമല്ല, അതിനൊരു പ്രത്യേക രുചിയാണ്. അപ്പോൾ നമ്മളുടെ നമ്മളുടെ തക്കാളിച്ചോറ് ഇവിടെ റെഡിയായിരിക്കുകയാണ്. എല്ലാവർക്കും കഴിക്കാം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ഷെയറും ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ഒരു വീഡിയോയുമായി വരുന്നവരേക്കും നന്ദി, നമസ്കാരം.